Hello students, welcome back. Now we are going to learn about control unit. You know that control unit is a component inside the CPU. Okay. CPU അകത്തുള്ള ഒരു important component ആണ് control unit എന്ന് പറയുന്നത്. To execute an instruction, the control unit of the CPU must generate the required control signals in the proper sequence. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു, നേരത്തെ എക്സാമ്പിൾ കണ്ടു, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, ഇതൊക്കെ കൺട്രോൾ സിഗ്നൽസ് ആണ്. നമ്മൾ കീബോർഡ് റീഡ് ചെയ്യണമെങ്കിൽ IO റീഡ് എന്ന് പറയാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്. ആക്ച്വലി മെമ്മറി വഴിയായിരിക്കും റീഡ് ചെയ്ത് വരാം. അതുപോലെ മോഡിലേക്ക് പ്രിന്റ് ചെയ്യണമെങ്കിലോ IO റൈറ്റ്, മെമ്മറി റൈറ്റ് ചെയ്യും, എന്നിട്ട് IOയിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ സിഗ്നൽസ് എല്ലാം കൊടുക്കുന്ന വ്യക്തിയാണ്, സിഗ്നൽസ് എല്ലാം കൊടുക്കുന്ന യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. There are basically two approaches for generating control signals in proper sequence. They are hardwired control unit and microprogram control unit. Hardwire means the control unit is wired hard. Wire and physical wire and microprogram is software approach ആണ്. Program വഴിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എന്താ നമ്മൾ CPU കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് കൺട്രോൾ യൂണിറ്റ് അകത്തും കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ മൈക്രോ പ്രോഗ്രാം വഴി, സോഫ്റ്റ്വെയർ വഴി. ഹാർഡ്വെയർ വഴി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ആയി. സോഫ്റ്റ്വെയർ വഴി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. രണ്ടിനും ഫങ്ഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. The control unit provides necessary timing and control signals to all operations of the computer. കമ്പ്യൂട്ടർ എല്ലാ ഓപ്പറേഷനും വേണ്ട ടൈമിംഗ് കൊടുക്കുക, കൺട്രോൾ സിഗ്നൽ കൊടുക്കുക. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ടീച്ചർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് റീഡ് ചെയ്യാൻ എന്തൊരു സമയം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും സമയം കൊടുക്കുന്നുണ്ട് എഴുതാനായിട്ട്. അതേപോലെ സിയുവിന് അറിയാം, കൺട്രോൾ യൂണിറ്റിന് അറിയാം, ഒരു സിഗ്നൽ റീഡ് ചെയ്യാൻ, ഒരു മെമ്മറി റീഡ് ചെയ്യാൻ എന്തൊരു സമയം വേണം, സമയം കൊടുക്കുക. ക്ലോക്ക് എന്ന് പറയും. ക്ലോക്ക്, ഓരോ ക്ലോക്കിലാണ് ഓരോ ഇവന്റ് ചെയ്യുന്നത്. അത്രയും ടൈമിംഗ് കൊടുക്കുക, അത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡേറ്റ. ഫ്ലോ ഓഫ് ഡേറ്റ എവിടെയൊക്കെ ഉണ്ടാവും? CPU മെമ്മറിയിലേക്ക് വരാം, മെമ്മറിന്ന് CPU വരാം, CPU പെരിഫറൽസിലേക്ക് വരാം, ത്രൂ മെമ്മറിന്ന് പെരിഫറൽസിലേക്ക് വരാം. ഇത് തമ്മിലുള്ള ഫ്ലോ ഓഫ് ഡേറ്റ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. Okay, it obtains instruction from the program stored in the main memory, interprets the instruction, issues the signals, which causes all other units of the system to execute them. നമ്മൾ നേരത്തെ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് പ്രോഗ്രാം കൗണ്ടർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് MAR വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് MBR വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് IRന്റെ വാല്യൂസ് എല്ലാം മാറുന്നത്. ഓരോ ക്ലോക്കിലും വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറുന്നത് എങ്ങനെയാ? കൺട്രോൾ യൂണിറ്റാണ് പറയുന്നത് മെമ്മറിന്ന് റീഡ് ചെയ്യാനാണ്. അപ്പൊ റീഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കും. മെമ്മറി റൈറ്റ് ചെയ്യാനാണെങ്കിലോ ഡാറ്റ ഇവിടുന്ന് അങ്ങോട്ടായി ഫ്ലോ ചെയ്യുക. കൺട്രോൾ യൂണിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത് എവിടുന്ന് ഡാറ്റ വരണം, എങ്ങോട്ട് ഡാറ്റ പോകുന്നെല്ലാം പറയുന്നത് കൺട്രോൾ സിഗ്നൽ അനുസരിച്ചിട്ടാണ്. സിയുടെ പർപ്പസ് എന്താ? ഇഷ്യൂ സിഗ്നൽസ്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, സിഗ്നൽസ് എല്ലാവർക്കും ഇഷ്യൂ ചെയ്യാം, എല്ലാവരും വർക്ക് ചെയ്തോളൂ. എങ്ങനെ വർക്ക് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്ന ജോലിയാണ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു CPU ബ്രെയിൻ ആണ്. അപ്പൊ നെർവ് സിസ്റ്റം ആണ് കൺട്രോൾ യൂണിറ്റ്. nerve system വഴിയാണ് ഡാറ്റ എല്ലാം ട്രാവൽ ചെയ്യുന്നത്. This is known as the central nervous system of a computer that provides status, control, and timing signals necessary for the operation of other parts of CPU, memory, and IO devices. Okay. Now, the main functions of the control unit are as follows. It performs data processing operations with the aid of program prepared by the user and send control signals to various parts of the computer system. Computer system പല പാർട്ടിലേക്ക് control signals send ചെയ്യാം. Okay. It gives commands to transfer data from input devices to the memory and to the arithmetic and logic unit. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, റീഡ് എ. അപ്പൊ റീഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ വരുന്ന വരുന്ന ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ്. ഇൻപുട്ട് ഡിവൈസ് ഡയറക്റ്റ് ആയിട്ടല്ല, മെമ്മറിയിൽ വരും, മെമ്മറിയിൽ നിന്നാണ് ALUലേക്ക് എടുത്ത് വയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ വരിക. Similarly, it gives signals from ALU to memory and then the output devices. നമ്മൾ പ്രിന്റ് C എന്ന് പറയുമ്പോൾ എന്താ പറയാ? ALU മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും, അവിടെ നിന്ന് വീണ്ടും ഔട്ട്പുട്ട് ഡിവൈസ് റൈറ്റ് ചെയ്യും. ഇതെല്ലാം വേണ്ട സിഗ്നൽസ് എല്ലാം ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. It gives the command to store a program in memory. നമ്മൾ സേവ് എന്ന് പറയുമ്പോൾ സേവ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആരാ? അതും കൺട്രോൾ യൂണിറ്റ് ആണ്. It gives control to fetch the required instruction from the main storage, to decode each instruction and hence execute them in sequence. മുമ്പത്തെ സ്ലൈഡ്, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞെന്താ, എങ്ങനെയാണ് ഓരോന്നും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതേ വർക്ക് തന്നെയാണ് CPU ചെയ്യുന്നത്. അതിന് വേണ്ട കൺട്രോൾസ് എല്ലാം ചെയ്യാം. CPU പറഞ്ഞാലേ പ്രോഗ്രാം കൗണ്ടർ കൂടുകയുള്ളൂ.
പ്രോഗ്രാം കൗണ്ടറിൽ വാല്യൂ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്യുന്ന പറയുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. MAലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്ന ആരാണ്? അതും കൺട്രോൾ യൂണിറ്റ് ആണ്. PC-ന്ന് MAലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. MA മെമ്മറി ഇപ്പോൾ റീഡ് ചെയ്യണം, മെമ്മറി റൈറ്റ് ചെയ്യണം, ഇത് പറയുന്നതൊക്കെ കൺട്രോൾ യൂണിറ്റ് ആണ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഈ വർക്ക് നമ്മൾ പഠിച്ച വർക്കുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിന് എല്ലാത്തിനെയും കൺട്രോൾ സിഗ്നൽസ് ഇഷ്യൂ ചെയ്യാം. ദാറ്റ്സ് എ മെയിൻ പർപ്പസ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ദീസ് ആർ ദ കൺട്രോൾ ലൈൻസ്. മെമ്മറി റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക. മെമ്മറി റീഡ്, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക. IO റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. IO റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് റീഡ് ചെയ്യുക. ട്രാൻസ്ഫർ ACK, അക്നോളജ്മെന്റ്, ട്രാൻസ്ഫർ അക്നോളജ്മെന്റ്. എന്തിനാ അക്നോളജ്മെന്റ്? നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിലേക്ക് വരികയാണ്. ടീച്ചർ ക്ലാസ്സിൽ സെന്റൻസ് വായിക്കുകയാണ്, സമയം കൊടുത്തു, എഴുതാൻ സമയം കൊടുത്തു, അടുത്ത സെന്റൻസ് വീണ്ടും വായിക്കുകയാണ്. അപ്പൊ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എന്തോ കേൾക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല, എന്തെങ്കിലും ഇന്റർവ്യൂ ചോദിച്ചു, ചിലപ്പോൾ പേരുടെ മഷി തീർന്നു പോയി കാണും, അത് ശരിക്കും കേട്ട് കാണില്ല, അത് എഴുതാൻ പറ്റില്ല. അപ്പൊ പറയും ടീച്ചർ ഒന്നുകൂടി വായിക്കോ, അല്ലെങ്കിൽ ഓക്കെ അടുത്ത വായിച്ചോ, ഒരു സിഗ്നൽ കിട്ടും. ദാറ്റ് ഇസ് നോൺ ആസ് അക്നോളജ്മെന്റ്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്തുവേണം? അത് വീണ്ടും വായിക്കണം, എല്ലാ കുട്ടികൾക്കും എത്തണം. അപ്പോൾ ആ സെന്റൻസ് വീണ്ടും വായിക്കും. അതിനാണ് അക്നോളജ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ ആണോ, ഓക്കെ അല്ലയോ, അതാണ് അക്നോളജ്മെന്റ്. ഓക്കെ, ബസ് റിക്വസ്റ്റ്. ബസ് നമ്മൾ പഠിച്ചു. ബസ് ഇസ് set of parallel wires used for communication. We have to request bus. Each device has to request bus. മെമ്മറി റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഡാറ്റാബേസിൽ കൊണ്ട് വെക്കണം. എന്നിട്ടാണ് മെമ്മറി ഡാറ്റ ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഡാറ്റ അവിടെ വരണമെങ്കിൽ ആ ബസ് റിക്വസ്റ്റ് ചെയ്യണം, ബസ് ഗ്രാൻഡ് ചെയ്യണം, ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ചെയ്യണം, ഇന്ററപ്റ്റ് ഗ്രാൻഡ് ചെയ്യണം. ഇന്ററപ്റ്റ് എന്താ? പെട്ടെന്നല്ല എമർജൻസി വന്നു, ഒരാൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം, ടീച്ചർ മിസ് ഞാൻ പൊക്കോട്ടെ ചോദിക്കുന്ന പോലെ ഒരു എമർജൻസി വർക്ക്. പെട്ടെന്ന് പവർ ഫെയിലിയർ വന്നു, അപ്പൊ ഡാറ്റ എല്ലാം പോകും. നമുക്കറിയാം റാമിലെ ഡാറ്റ ഒന്നും പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഉടനെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, സേവ് ചെയ്യാൻ പറ്റുന്നില്ല, കറണ്ട് പോയി. അപ്പോൾ അതാണ് ഇന്ററപ്റ്റ്. പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, നോർമൽ ഫ്ലോയിനെ അഫക്ട് ചെയ്യുന്ന എന്ത് വന്നാലും ഇറ്റ് ഇസ് ഇന്ററപ്റ്റ്. Okay, interrupt request, interrupt acknowledgement. Clock എന്തിനാ? To synchronize all these operations. It is based on a clock. Timing വെച്ചിട്ടാണ് എപ്പോഴും ഈ ഓപ്പറേഷൻസ് എല്ലാം സിഗ്നലൈസ് ചെയ്യുക. Reset means reset all these modules to previous level. എപ്പോഴും സിസ്റ്റം സ്റ്റാർട്ട് വരുമ്പോൾ റീസെറ്റ് മൊഡ്യൂളിലായി ഒന്നും ഉണ്ടാവില്ല, എല്ലാം ബ്ലാങ്ക് ആയി. Okay. Now I told you there are two types of control unit. One hardwired control unit, one microprogrammed control unit. First, we will discuss about hardwired control unit. The control hardware can be viewed as a state machine that changes from one state to another in every clock cycle, depending on the contents of the instruction register, the condition codes, and external inputs. ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടേയിരിക്കും, ഓരോ ക്ലോക്ക് സൈക്കിളും ഇതിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ ഇൻസ്ട്രക്ഷൻ തന്നെ ആദ്യം കണ്ട സൈക്കിൾ അല്ല ഉണ്ടാവുന്നുള്ള വാല്യൂ. ആദ്യം നമ്മൾ റീഡ് എന്ന് പറയുമ്പോൾ കുറെ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും രജിസ്റ്റേഴ്സിൽ. റീഡ് ബി എന്ന് പറയുമ്പോൾ വീണ്ടും വാല്യൂസ് എല്ലാം മാറും. C = A+B എന്ന് പറയുമ്പോൾ വീണ്ടും വാല്യൂസ് എല്ലാം മാറും. അപ്പൊ ഓരോ സൈക്കിളും ഓരോ വാല്യൂസ് ആണ് ഇതിനകത്തുള്ളതെല്ലാം. സ്റ്റേറ്റ് മെഷീൻ, ഒരു സ്റ്റേറ്റുള്ള മെഷീൻ. അത് അടുത്ത ക്ലോക്ക് സൈക്കിൾ അടുത്ത സൈക്കിൾ വരുമ്പോൾ അടുത്ത ടൈം വരുമ്പോൾ എന്തും ആ സ്റ്റേറ്റ് മാറും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. The outputs of the state machines are control signals. The sequence of this operation is carried out depends upon the wire. Hence the name hardware. The physical ആണ് hardware, hard ആയിട്ട് വയർ ചെയ്തിട്ടുണ്ടാവും, വയർ ഉണ്ടാവും, ഫിസിക്കൽ വയർ ഉണ്ടാവും. That's why we name it as hardwired control unit. This is a fixed logic circuit that corresponds directly to the Boolean expressions that are used to generate the control signals. Involves the control logic to be implemented with gates, flip-flops, decoders, and other digital circuits. Don't worry about this. This we will learn what is a gate, what is a flip-flop, what is decoder. Decoder is the instruction decoding ഉപയോഗിക്കുന്ന circuit, and various other digital circuits സഹായത്തോടെയാണ് ഇതൊക്കെ ഡീകോഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ C = A+P, അത് അതിന്റെ അർത്ഥം A റീഡ് ചെയ്യുക, B റീഡ് ചെയ്യുക, എയും ബിയും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് സിയിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇതെല്ലാം നമ്മൾ സർക്യൂട്ട് വരച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സർക്യൂട്ട് വരച്ചെടുക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി. അതാണ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. Okay, a controller that uses this approach is fast because everything is hardwired. Because in the case of microprogrammed control unit is based on a program, so it is a bit slower than hardwired control unit. RISC architecture, reduced instruction set computer architecture, is based on hardwired control unit. A simple circuit ആണ് hardwired മതി, complicated circuit ആണ് എപ്പോഴും നമ്മൾ softwired ആയിരിക്കും. അതായത് microprogram control unit ആയിരിക്കും ഉപയോഗിക്കുന്നത്. That's the operator's choice. Okay, this is a simplified diagram of a hardwired control unit. Here we have a decoder. Here we have a decoder. Sorry. So this is a decoder.
We have a decoder encoder circuit that generates various control signals from external inputs, keyboard inputs. External input keyboard monitor input അനുസരിച്ചിട്ടും condition codes അനുസരിച്ചും വേണ്ട signals issue ചെയ്യുക. Issue signals എന്താ? Memory read, memory write. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് signals. ഇതൊക്കെയാണ് signals. ഏത് signals വേണമെന്ന് issue ചെയ്യുന്നത് is based on the decoder circuit. ക്ലാസ് IR പഠിച്ചു. IR എന്താ? IR is instruction register. അത് ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്താൽ എന്താ ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. അതനുസരിച്ചിട്ട് വേണ്ട സിഗ്നൽസ് ഇഷ്യൂ ചെയ്യാം. കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ. സ്റ്റെപ്പ് കൗണ്ടറിന്റെ ഓരോ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ടിക്കിലാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ടൈം കൊടുക്കും. എല്ലാത്തിനും ഫിക്സ്ഡ് ടൈമാണ്. ആ ഒരു ടൈം കഴിഞ്ഞാൽ അടുത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ആ ടൈമുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെക്കൻഡിൽ ആദ്യത്തെ ചെയ്തു, സെക്കൻഡ് സെക്കൻഡിൽ രണ്ടാമത്തെ ചെയ്തു, തേർഡ് സെക്കൻഡിൽ മൂന്നാമത്തെ ചെയ്തു. അപ്പൊ തേർഡ് സെക്കൻഡ് ആകുമ്പോൾ ഒന്നൊരെണ്ണം ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഓട്ടോമാറ്റിക്കലി തേർഡിലേക്ക് പോകും. അത് കൗണ്ട് ചെയ്യാൻ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാനാണ് സ്റ്റെപ്പ് കൗണ്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ. The control signals are generated based on the contents of the step counter, ഇതിന്റെ വാല്യൂ, ഇൻസർഷൻ രജിസ്റ്ററിന്റെ വാല്യൂ, ഈ കണ്ടീഷൻ കോഡ്സിന്റെ വാല്യൂ, എക്സ്റ്റേണൽ ഇൻപുട്ടിന്റെ വാല്യൂ, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് സിഗ്നൽസ് ഇഷ്യൂ ചെയ്യുന്നത്. കണ്ടീഷൻ കോഡ്സ് എന്താ? ചിലപ്പോൾ ഓക്കെ കണ്ടീഷൻ കോഡ്, നോട്ട് ഓക്കെ, നോട്ട് ഓക്കെ ആണ് വീണ്ടും അതിന് ചെക്ക് കൊടുക്കണം. നമ്മൾ സാധാരണ ട്രാഫിക് സിഗ്നലിൽ കാണാറില്ലേ, 3 സിഗ്നൽ ഉണ്ട്, റെഡ്, ഗ്രീൻ, യെല്ലോ. റെഡ് ആണെങ്കിൽ നമുക്ക് അറിയാം സ്റ്റോപ്പ് ചെയ്യണം, ഗ്രീൻ ആണെങ്കിൽ ഓക്കെ ആണ് അടുത്തേക്ക് പോവാം, നമുക്ക് വീണ്ടും ട്രാവൽ ചെയ്യാം, യെല്ലോ ആണെങ്കിൽ കുറച്ച് എന്താ പറയാ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വൺ. അങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട്. അതുപോലെയാണ് കണ്ടീഷൻ കോഡ്സ്. കണ്ടീഷൻ കോഡ്സ് ഫ്ലാഗ് എന്ന് പറയും. ഫ്ലാഗ് കാണിക്കുന്നതിന് ഇക്വാലന്റ് ഫ്ലാഗ് എന്ന് ഉപയോഗിക്കുന്നത്. ഫ്ലാഗ് ഗ്രീൻ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ. ഇവിടെ 1-0 മാത്രമേ ഉള്ളൂ, 3 കോഡൊന്നുമില്ല. ഫ്ലാഗ് 1 ആണെങ്കിൽ ഓക്കെ, ഫ്ലാഗ് 0 ആണ് നോട്ട് ഓക്കെ. Advantages of hardwired control unit are നമ്മൾ നോക്കി, it's fast because everything is generated by a circuit വഴി ചെയ്തിട്ടുണ്ട്, സർക്യൂട്ട് ഉണ്ടാവും. There will be delay in generation of control signals depends upon the number of gates. നമ്മൾ കോംപ്ലിക്കേഷൻ കൂടുന്നതോടെ ഡിലേ ഉണ്ടാവും. Disadvantages are the more control signals required by the CPU, the more complex will be the design. Control signal കൂടുന്നതനുസരിച്ച് more complex ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഫ്ലെക്സിബിൾ. ഒരിക്കലും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ എളുപ്പമല്ല. നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചു, അതിനെ മോഡിഫൈ ചെയ്യാൻ റീഅറേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് നോട്ട് ഫ്ലെക്സിബിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആഡ് ന്യൂ ഫീച്ചേഴ്സ് ഇൻ എക്സിസ്റ്റിംഗ് ഡിസൈൻ ഓഫ് ദി കൺട്രോൾ യൂണിറ്റ്. We are going to soft control unit or micro program control unit. Here ഇവിടെ extra memory ഉണ്ടാവും. Special memory called control memory. This is an extra thing. A control unit whose binary control variables are stored in special memory called control memory. It's known as microprogram control unit. Okay. Here each word in the control memory contains micro instructions. And sequence of micro instructions is called a microprogram. നമ്മൾ തൊട്ടും പറയുന്ന കുറെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാം കണ്ട സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നു. ഇവിടെ അതിന് പകരം ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ് പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ, C. In the case of main program, we can write C is equal to A plus B. This is an instruction. Control unit അകത്ത് വരുവാണെങ്കിലോ, കൺട്രോളിന്റെ അകത്ത് വരുമ്പോൾ ഇത് വീണ്ടും ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്തിട്ട് എന്താണ്, നമുക്ക് ആദ്യമേ വാല്യൂ A വേണം, read A വേണം, read B വേണം, എന്നിട്ട് ആഡർ വിളിക്കണം, add A and B. Okay. Source വേണം. ഇൻസ്ട്രക്ഷൻ ഒരെണ്ണത്തിനും നമ്മൾ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. These are known as micro instructions. One instruction is split into set of micro instructions. ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ കുറെ ഇൻസ്ട്രക്ഷൻ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ സീക്വൻസ് ആയി, ഇത് വീണ്ടും സീക്വൻസ് ആയി 1, 2, 3, 4 ഏത് ഓർഡർ ചെയ്യണമെന്നായി. There's a sequence of micro instructions. This is known as a micro program. Okay. The software approach. It deals with the software in the micro level, like micro operation, micro instruction, micro program. എത്ര പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയും. ഇവിടെ വരുമ്പോൾ ഒരു പ്രോഗ്രാം തന്നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് മൈക്രോ ആക്കും. Micro program control unit is lower in speed because of the time it takes to fetch micro instructions from the control memory. Control memory ലെ ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവുക, അത് വീണ്ടും ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. നേരത്തെ ഇതുപോലെ തന്നെ ചെയ്യണം. So here we have control memory. Control memory എന്തിനാ? To store a set of micro instructions. Then we have control address register. നേരത്തെ MAR എന്ന് പറഞ്ഞു, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. അതിന് പകരം ഇവിടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ടാവും.
control buffer register and sequencing on. Okay. Control memory contains the set of micro instructions. Here it contains the address of the next micro instruction to be read, similar to PC. Micro PC. Then control buffer register contains the data. MBR equivalent ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കൺട്രോളിന്റെ ഫംഗ്ഷൻ പഠിക്കുക. അത് തന്നെയാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോളിലേക്ക് വരുന്നത്. ഇവിടെ മൈക്രോ എന്ന പേരോട് ആഡ് ചെയ്യണം. മെമ്മറിക്ക് വരെ കൺട്രോൾ മെമ്മറി ആഡ് ചെയ്യണം. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. Sequencing means you have to fetch each instruction one by one. Okay. Micro routine. The micro routine for all instruction in the instruction are stored in special memory routine from the control store to read the control words occasionally from the micro. Time a new instruction is loaded into IR, the starting address generator will this one will generate the first address. The new PC is incremented by 1 by clock so that successive micro instructions are fetched from the control memory. ഇവിടെ പറഞ്ഞ അതേ ഓപ്പറേഷൻസ് ആണ്. IR വരുമ്പോൾ ഏറ്റവും കൺട്രോൾ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും, അവിടെ നിന്ന് PC വഴി ഇൻക്രിമെന്റ് ചെയ്യും, ഓരോ ബ്ലോക്കിലും മാറിക്കൊണ്ടേയിരിക്കും. The advantage is that it simplifies the design of the control unit. Hardware ചെയ്യേണ്ട പ്രോഗ്രാം വഴിയാണ്. So it is cheaper and less error prone. The control functions are implemented in software. It's more flexible. Hardware control unit is not flexible, but this is flexible. Okay, we can correct errors, we can design new system. There's no difficulty in changing and difficulty on the debugging and maintenance is easy. What is debugging? Debugging means error correction. And maintenance is easy. The disadvantage is that it is slower because we control memory വേണം, അത് fetch ചെയ്യണം, decode ചെയ്യണം, execute ചെയ്യണം. Okay. Cost കുറച്ചുകൂടി വരും. എന്ന് വെച്ചാൽ we need control memory വേണം, and circuit വേണം, extra ആണ്. Okay, extra hardware which is required in microprogram control is control memory. The design duration of the control unit, microprogram control unit is more when compared to hardware control unit. This is about it. This is summary. We have learned the basic functions of CPU through two videos. The first video we have learned about CPU, the arithmetic and logic unit of CPU and registers of CPU. In this video, we have learned about control unit. Okay. CPU is known as the brain of the computer system, and control unit is the nerve center of the computer system. CPU contains set of registers. There are 10 general purpose registers, but 5 of them are mandatory. They are accumulator, program counter, memory address register, memory buffer register or memory data register, and instruction register. Okay. Arithmetic and logic unit is the one which is doing all the arithmetic and logic operations. Arithmetic operations are add, subtract, multiply, and divide, etc. Logic operations are comparison, less than, equal to, greater than, less than, equal to, etc. Okay. The control unit is responsible to initiate and control fetch, decode, execute cycle. We have learned about fetch, decode, execute cycle. It is a control unit which controls the transfer of data and information through the components. Okay. Thank you. Now learn these portions clearly. Stopping recording.